കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചില്ലി ചിക്കൻ റോസ്റ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചില്ലി ചിക്കനെ നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റ് പോലെ ഒന്ന് വരട്ടിയെടുത്ത് തയ്യാറാക്കുന്ന വളരെ രുചിയേറിയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചില്ലി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ചില്ലി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണല്ലോ കട്ട് ചെയ്യുക. ഞാനിവിടെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. അതേപോലെ 3 ടേബിൾ സ്പൂൺ മൈദയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ചിക്കനിലോട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് മിക്സ് ചെയ്തിട്ട്, അതായത് മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ ഒരു ഫ്രൈങ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണ കുറച്ചധികം തന്നെ ഒഴിക്കണം. അപ്പോൾ ഈ പാനിൽ കൊള്ളുന്നത്രയും ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം 1.5 കിലോ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഒരു ഭാഗം റെഡിയായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശവും കൂടി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ എല്ലാ വശങ്ങളും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ചിക്കൻ മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം കൂടി ഫ്രൈ ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ചില്ലി ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഇത് ലൈറ്റ് സോയാ സോസാണ്. നല്ല തിക്കായിട്ടുള്ളതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ സ്വീറ്റ് ചില്ലി സോസാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിലുള്ള ചില്ലി സോസ് ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസും കൂടി ചേർക്കുന്നുണ്ട്. ഓയിസ്റ്റർ സോസ് കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സോയാ സോസ് മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർക്കണം. അത് ഞാൻ ആദ്യം ഒരു ബൗളിലിട്ടിട്ട് നല്ല തിളക്കുന്ന വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സോസിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല തിളക്കുന്ന വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സോസിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കോൺഫ്ലോറും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചില്ലി ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ എണ്ണ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ എടുത്താലും മതി. അതിലേക്ക് ഒരു 3 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള നല്ലതുപോലെ വഴറ്റി അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ അറ്റത്തുള്ള ഭാഗം ഉണ്ടല്ലോ, വെള്ള കളറിലുള്ള ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഭാഗം, അതും കൂടി 1/2 കപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും ചേർത്ത് 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും നമ്മുടെ സവാളയും ക്യാപ്സിക്കം ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം.
അതുപോലെ തന്നെ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ആ സോസിലൊക്കെ ചെറിയ ഉപ്പുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ സോസ് ഇതിലേക്ക് ചേർക്കുക. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ സോസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഞാനിവിടെ ചിക്കൻ സ്റ്റോക്ക് ഇതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ട് ആ ഒരു ചിക്കൻ വേവിച്ച വെള്ളമാണ് ചേർത്തത്. ആ വെള്ളം ഇല്ലെങ്കിൽ സാധാരണ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വരെ ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഫ്രഷ് ഇല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ നേരത്തെ സോസിലൊരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർത്തതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു ഗ്രീൻ കളറിലുള്ള ഭാഗം കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ അധികം വെള്ളം ചേർക്കാതെ നമ്മൾ നേരത്തെ ആകെ ചേർത്ത ഒരു 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ 1/2 കപ്പ് ചൂടുവെള്ളം മാത്രം ചേർത്തിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. കൂടുതൽ ലൂസായി പോവരുത്. നമ്മുടെ നാടൻ ചിക്കൻ റോസ്റ്റൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് അടുപ്പത്തുനിന്ന് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കാണാൻ നമ്മുടെ ഏകദേശം നാടൻ ചിക്കൻ വരട്ടിയതുപോലെ തന്നെയാണ്. പക്ഷെ കഴിക്കുമ്പോൾ ആ ഒരു ചില്ലി ചിക്കൻ്റെ ഫ്ലേവറും കൂടി വരും. അതുകൊണ്ട് തന്നെ ചിക്കൻ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള നമ്മുടെ സവാളയും ക്യാപ്സിക്കും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മസാലയും ഒക്കെ കൂടി ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. പൊറോട്ടക്കും ചപ്പാത്തിക്കും റൈസിനും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളി കോംബോ ആണ്. ഞാനിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്